ഹലോ മൈ ഫ്രണ്ട്സ്, സുഖാലേ എല്ലാവർക്കും. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ലോക്ക്ഡൗൺ കാലത്തെ സൗന്ദര്യം നമുക്ക് എങ്ങനെ കൂട്ടാന്നുള്ളതാണ്. നമ്മൾ ഈ സമയത്തൊക്കെ അല്ലേ, അതായത് ലോക്ക്ഡൗൺ സമയത്തായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്താണ് നമുക്ക് കുറച്ച് വെയിൽ കൊള്ളാണ്ട് അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ചിറങ്ങാണ്ടൊക്കെ ഇരിക്കുന്നത്. എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സണ്ടാനും മറ്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ് നമ്മുടെ സ്കിന്നിലെ ഏറ്റവും കൂടുതൽ നമുക്ക് ടാനും അതുപോലെ തന്നെ ഈ സൺബേൺ ഇഷ്യൂസൊക്കെയാണ് നമുക്ക് നമ്മളുടെ കളർ ഒന്ന് ഡിം ആവാനുള്ള പ്രധാന കാര്യം. അത് മാത്രമല്ല, നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ നമുക്ക് ഇതുപോലെ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ, ഡേർട്ടൊക്കെ നമ്മളുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടിയിട്ടാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുക. വീട്ടിലാകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യാൻ പറ്റും, ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും, നല്ല വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളുടെ സ്കിന്ന് നല്ല കളർ കോംപ്ലക്ഷൻ കൂട്ടാനായിട്ടും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു രീതി ആരും പരീക്ഷ കണ്ടിട്ടില്ല, മാത്രമല്ല ഞാൻ പരീക്ഷ വിജയിച്ചിരിക്കുന്ന ഒരു ഫേസ് പാക്ക് കൂടെയാണിത്. വളരെയധികം സ്കിൻ കളർ ഇമ്പ്രൂവ് ആകാൻ സഹായിക്കും. ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ്. ക്യാരറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള നമ്മളുടെ ഒരു വെജിറ്റബിൾ ആണ്. മാത്രമല്ല, നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ആയിട്ട് ഇതിലും നല്ലൊരു വെജിറ്റബിൾ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ബീട്രൂട്ട് പോലെ തന്നെ ക്യാരറ്റും വളരെ എന്താ പറയുക, ജ്യൂസിൽ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിൻ കളർ ഒരു 3-4 ഇരട്ടിയൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് സഹായിക്കും. അപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ സ്കിൻ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാരറ്റ് ഒരു ലെമണും കൂടെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ച് നോക്കും കേട്ടോ. പഞ്ചസാര ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് ഹണി യൂസ് ചെയ്തിട്ട് വേണം ഇത് കുടിക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് സ്കിൻ കളർ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കിത് സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഏജിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ കട്ടാക്കാനായിട്ട് സഹായിക്കും. അതായത് നമ്മൾ കൊറിയൻ സിഗരറ്റിലൊക്കെ നമ്മൾ കാണാറില്ലേ, കൊറിയക്കാർ എന്താ ചെയ്യുക, കൊറിയക്കാരൊരു 50-55 ഏജൊക്കെ ഉള്ള ലേഡീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 30+ ആ ഒരു ഏജ് തോന്നുള്ളൂ. നല്ല സ്കിന്നാണ് അവരുടെ. അപ്പോൾ സ്കിന്നാണ് നമുക്ക് പ്രായം നമുക്ക് വിളിച്ചോതുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30+ ഏജ് ഉള്ളവർക്കൊക്കെ ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ടീനേജേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് സ്കിൻ കളർ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി മാത്രമല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ സഹായിക്കും. അതായത് നല്ല ബേബി സ്കിന്ന് പോലെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് തരാനായിട്ട് സഹായിക്കും. ഒരു 2 ആഴ്ചയൊക്കെ അടുപ്പിച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് നമ്മുടെ കളർ ഇമ്പ്രൂവ് ആകും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്, മീഡിയം സൈസ് ക്യാരറ്റ്. ഞാൻ സ്കിന്ന് ജസ്റ്റ് പീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളർ പാച്ചസ് ഇങ്ങനെ പോലെ കാണുന്നത്. അപ്പോൾ നമുക്കൊരു മീഡിയം സൈസ് ക്യാരറ്റ് എടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, നല്ല ഒരെണ്ണം നോക്കി വാങ്ങിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബഞ്ചാറാസിൻ്റെയാണ്. നമുക്കൊരു സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ തരാനായിട്ട് അലോവേര ജെല്ല് സഹായിക്കും. അതുപോലെ തന്നെ പ്രീമച്വർ ഏജിങ്ങിനെ തടയാനായിട്ട് ഇത് സഹായിക്കും. നമ്മുടെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ടും അലോവേര ജെല്ല് സഹായിക്കും. അപ്പോൾ നമുക്ക് 1 സ്പൂൺ അലോവേര ജെല്ല് വേണം. ഇനി നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓട്സാണ്. ഓട്സിൻ്റെ ഗുണങ്ങൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു നാച്ചുറൽ ക്ലെൻസറാണ്, ആക്നെക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഏജിങ്ങിനെ നമ്മൾ തടയാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ ഇല്ലേ, ഇപ്പോൾ ഒരുപാട് നാളായിട്ട് കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഓട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓട്സിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് പൗഡറായിട്ടും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് ഫൈനായിട്ട് പൊടിച്ച പൗഡർ വേണം, ഒട്ടും തരിതരിപ്പൊന്നും വേണ്ട. കാരണം നമ്മൾ സ്ക്രബായിട്ടല്ല യൂസ് ചെയ്യണത്. നമുക്ക് ഫൈനായിട്ട് പൊടിച്ച് നന്നായിട്ട് അരിച്ചെടുത്തുള്ള ഫൈൻ പൗഡർ തന്നെ വേണം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ എടുക്കുക. ഞാനടുത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി നെക്സ്റ്റ് നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം ഇതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബഞ്ചാറാസിൻ്റെ എടുത്തിരിക്കുന്നത്, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നല്ലൊരു റോസ് വാട്ടർ എടുക്കുക, നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്, നമുക്ക് നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടണം. ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഇതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം.
അതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു അലോവേരയുടെ ഒരു വലിയ സ്പൂണ്, നമ്മുടെ ഒരാളുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, 1 മുതൽ 1.5 സ്പൂൺ വരെ അലോവേര ജെൽ എടുക്കാം. ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂള് നമ്മൾ ഒരെണ്ണം മതി, അത് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടുക. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കേണ്ടി വരും. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വൈറ്റമിൻ ഇയുടെ ഓയിലോ അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻ ഇ പറ്റാത്തവർക്ക് ബദാം ഓയിലില്ലേ, അതാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതും പറ്റണില്ല വെച്ചാൽ ഗ്രേപ്പ് സീഡ് ഓയിൽ, അതായത് പിമ്പിൾസ് ഉള്ള സ്കിന്നിലെ ഗ്രേപ്പ് സീഡ് ഓയിൽ നല്ലതാണ്. ഒരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. നമുക്ക് ആ ഒരു ടെക്സ്ചറാണ് ഇവിടെ വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു ക്രീമി ടെക്സ്ചറിലോട്ട്, ഈ ഒരു ക്രീമിലോട്ട് നമുക്ക് നമ്മളുടെ ക്യാരറ്റ് ജ്യൂസ്, നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ബാക്കിയുള്ളത് നമുക്ക് ഐസ് ക്യൂബായിട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഒട്ടും എന്താ പറയുക, കട്ട പിടിച്ചൊന്നും കിടക്കരുത്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കണ്ടോ, നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്കിതിലേക്ക് നമ്മളുടെ ഓട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഓട്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ട കിടക്കാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളുടെ പാക്ക് റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നുള്ളൂ. നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ആക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അതായത് നമുക്ക് ഒരു ഐസ് ക്യൂബ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ അലോവേര ഉണ്ടാക്കിയ മെത്തേഡിൽ തന്നെ നമുക്ക് അത് തന്നെ കൂട്ടിയിട്ട് ഐസ് ക്യൂബ് ആക്കി വയ്ക്കാം. നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമുക്കത് ഫേസിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യാമെന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നും പറയുന്ന പോലെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, നന്നായിട്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുക, നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. നല്ലൊരു പ്യുവറായിട്ടുള്ള മിൽക്ക് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ശേഷം നമുക്ക് ഈ ക്രീം ആയിട്ടുള്ള ഫേസ് പാക്ക് നമ്മളുടെ സ്കിന്നിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്കിന്നിൻ്റെ അതേ കളർ ആയതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് കാണാത്തത്. ഇതിനൊരു ഓറഞ്ച് ഷെയ്ഡാണ് ശരിക്കും. ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളുടെ നെക്കിലും അതുപോലെ തന്നെ ഫേസിലും ലിപ്സിലും നമ്മളുടെ ചെവിയിലും കയ്യിലും കാലും ഡ്രൈ ആയിട്ടിരിക്കുന്ന ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യണ കയ്യിലും കാലിലൊക്കെ ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട്. നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് വലിയാൻ തുടങ്ങും. അതിന് ശേഷം നമ്മൾ സംസാരിക്കരുത് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് 25 മിനിറ്റോളം നമ്മൾ വെക്കുക. 10 മിനിറ്റ് ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് ഗ്യാപ്പിൽ. എന്നിട്ട് ഒരു 25-30 മിനിറ്റ് വരെ നമുക്കിത് വെക്കാം. അതിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് വലിയാൻ വിട്ടതേ ഉള്ളൂ, വലിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കരുത്. അത് കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. കുറച്ച് തണുത്ത വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്. ഐസിൽ വെള്ളം നമ്മൾ ഫ്രിഡ്ജിനകത്ത് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട് ആ വെള്ളം വെച്ചിട്ട് അത് വെച്ച് ഫേസ് വാഷ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. ഫ്രിഡ്ജുള്ള ആൾക്കാർ ഇതുപോലെ ഈ ഒരു രീതിയും കൂടെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഡീപ്പായിട്ട് ട്രൈ ആവില്ല കേട്ടോ, അങ്ങനെ ആവുകയും വേണ്ട. നമുക്കിനി ജസ്റ്റ് വാഷ് ചെയ്യാം. വാഷ് ചെയ്യാനായിട്ട് നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മൾ ചുണ്ടത്തൊക്കെ ഇട്ടെല്ലാം നമുക്ക് വാഷ് ചെയ്ത് കളയാം. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് എന്നാൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന് അറിയാത്ത രീതിയിലുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്. സ്ട്രീറ്റ് വേൻ്റെ 26 Naughty Nut Meat എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇനി എൻ്റെ ഈ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ട്രൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞുതരാം. മൈക്രോഗ്രീൻ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം. ട്രൈ ചെയ്ത ആൾക്കാർ ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മണ്ണൊന്നും ഇല്ലാണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഇതൊരു നമ്മളുടെ മുറയില്ലേ, നമ്മൾ വീടുകളൊക്കെ ഉപയോഗിക്കുന്ന മുറം, പ്ലാസ്റ്റിക്കിൻ്റെ മുറമാണ്. അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഒരു 2-3 ഷീറ്റ് പേപ്പർ വിരിച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ കുറച്ച് വൃത്തിയുള്ള തുണിയായിരിക്കണം, ഒരു തോർത്തും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മണ്ണില്ലാണ്ട് കൃഷി ചെയ്തു. വളരെ വിജയകരമായിട്ടുള്ള ഒരു രീതിയായിരുന്നു അത്. അതുപോലെ തന്നെ മറ്റേത് ഇത് വൻപയറാണ്.
എന്നിട്ടത് ചെറുപയറാണ്. വൻപയർ നമ്മൾ മണ്ണിലാണ് ഇട്ടിരിക്കുന്നത്. രണ്ടും നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ കുട്ടികളുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വിഷരഹിതമായ നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാമല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം മോൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത ആൾക്കാർ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.